എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളന്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 46 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവ 32 മാച്ച് അൺബീറ്റൺ വിന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. സൺമൂൺ എംപയറിന്റെ ഭാഗത്ത് നിന്ന് വന്ന ആർക്കും തന്നെ അതിൻ്റെതായ നിരാശ അവർക്കുണ്ട്. ശ്രക്കിനാകട്ടെ ഹാപ്പി. അങ്ങനെ നിൽക്കുകയാണ് ഒരുത്തൻ അവിടെ എന്ന് പറഞ്ഞ് കാണിയുന്നത്. എല്ലാവരും നോക്കുന്നു. ചിങ്ങിന്റെ മുഖത്താകട്ടെ സന്തോഷം. അതാരാണെന്നാൽ അത്യാവശ്യം നല്ല ടാലന്റ് ഉള്ള ജീഷോ ജെൻ എന്നൊരാളാണ്. അങ്ങനെയാണെന്നോ ജെൻ എന്ന് പറയാം. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ അഹങ്കാരമായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, തന്റെ കഴിവിൽ വിശ്വാസമുള്ള ഒരു സോഡ്മാൻ. തോറ്റ അത് സമ്മതിക്കാൻ ഒരു മടിയില്ല. അങ്ങനെയുള്ള ചെന്ന് അവിടെ വന്ന് നിൽക്കുന്നു. വെയ്സി മനസ്സിൽ യുഹാവിന്റെ മുഴുവൻ സ്ട്രെങ്ത് കാണിക്കാൻ ഇവനെ കൊണ്ട് കഴിയും. ഇതാണ് ജിങ്ങിന്റെ പ്ലാൻ എന്ന് വിചാരിക്കുന്നു. വെയ്സയും ചെന്നും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അവരുടെ പേരൊക്കെ പറയുന്നു. അതിനുശേഷം ഫൈറ്റ് റെഡി. അവൻ മാർഷൽ സോഡ് ആ സോഡ് അതെടുക്കണം. അതാണ് അവന്റെ ഇല്ല. ജിങ് പറയാനായിട്ട് തുടങ്ങി. അവൻ ജനിച്ചപ്പോൾ ഒരു സാധാരണ വീക്കായ ഒരാൾ മാത്രമായിരുന്നു. അവന്റെ സോഡ് അതൊരു നോർമൽ സോഡ് മാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു എബിലിറ്റി ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ ഹാർഡ് വർക്കും ടാലന്റ് കൊണ്ട് അവൻ ഈ നിലയിലെത്തി. ആ സോഡ് വെച്ച് അവൻ ട്രെയിനിങ് ചെയ്ത് ഇപ്പോൾ ഒരു ലെവൽ 7 സോൾ ഗേറ്റിംഗ് മാസ്റ്ററിന് പോലും തോൽപ്പിക്കാൻ അവന് കഴിയും. യുഹാവ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ്. അവന് റെഡിയായി. നിന്റെ ഫിസ്റ്റിന്റെ സ്ട്രെങ്ത് എനിക്കൊന്ന് അറിയണം. അങ്ങനെ തുടങ്ങി. രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കുന്നു. അവരുടെ സോള് അവരുടെ കൾട്ടിവേഷനിലൂടെ ചെയ്യുന്നു. ചെന്നിൻ്റെത് സോഡാണ്. സോഡ് വെച്ച് ചെയ്ത് അതിന്റെ പേര് സോഡ് ഇന്റൻഷൻ. യുഹാബന്റെ ഐസ് എംപ്രസ് ആണ്. ഐസ് എംപ്രസ് ഇന്റൻഷൻ. അങ്ങനെ പുറത്ത് രണ്ടുപേരും സൈലന്റ് ആയി എത്തി നിൽക്കുന്നു. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരുടെ ഉള്ളില് ആ സോഡ് അത് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാമപ്പ് ചെയ്യുന്നത് പോലെ. എന്തൊക്കെ പറഞ്ഞാലും ചെന്നിന്റെ സോഡ് ഒരു സ്കില്ലില്ല എങ്കിൽ കൂടി അവന്റെ കഴിവ് എന്നത് വളരെ വലുതാണ്. യുഹാവയ്ക്ക് മനസ്സിൽ അവന്റെ ഐ സ്കില്ല് അത് യൂസ് ചെയ്ത് കുറെയൊക്കെ നോക്കുന്നുണ്ട്. അത് കുറച്ചു നേരം അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ തന്നെ ഔറ അത് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഔറയുടെ എഫക്റ്റ് പുറത്തുള്ളവർക്ക് ഫീൽ ചെയ്തു. അത് കണ്ടില്ല ജിങ്ങിന്. ഇത് ഫീൽ ചെയ്തിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലായി. രണ്ടുപേരും കണ്ണുറത്. യുഹാവയ്ക്കാകട്ടെ ചെന്നിന്റെ സോഡ് ആ ഇന്റൻഷൻ അത് വളരെയധികം സ്ട്രോങ് ആണ് എന്ന് ഐസംബ്രസായിട്ട് ചേർന്ന് ജയിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലായി. അവന്റെ ചെന്നിനെ പോലെ സ്വയമായിട്ട് എന്തെങ്കിലും വേണം എന്ന് കരുതി നോക്കുന്നു. അത് ടൈമിങ്ങിന്റെ അല്ല, പെംഗിങ്ങിന്റെ അല്ല, നെക്രോമൻസറിന്റെ അല്ല, സ്വന്തമായിട്ടൊന്നും എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. അവന്റെ സ്പിരിച്വൽ സീയിൽ നിന്ന് ഗോൾഡൻ ലൈറ്റ് വരാനായിട്ട് തുടങ്ങി. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെല്ലാം കൂടി ചേർന്ന് ഒരു ഗോൾഡൻ സണ്ണ് പോലെ. ഇതെന്താണെന്ന് നോക്കി അവന്റെ സോൾ പവർ സ്പിരിച്വൽ പവറും കൂടി ചേർന്ന് ഒരു യൂണീക്കായ സ്കില്ല് ഉണ്ടാക്കുകയാണ്. ഇതെങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഏൻഷ്യന്റ് ട്രീ യുഹാവ കൾട്ടിവേഷൻ സമയത്ത് കാണിക്കുന്നുണ്ട്. മോയൻ ടീച്ചറായിരുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുത്തതാണ്. കാരണം യുഹാവ ഒരു സ്പിരിച്വൽ ടൈപ്പ് സോൾ മാസ്റ്റർ ആണല്ലോ. അത് റെയർ ആണ്. അതിന്റെ കൂടെ സോൾ പവറും കൂടി ചേർത്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുള്ള സ്കില്ല് അങ്ങനെ ആകണം. അതിനുശേഷം രണ്ടുപേരും പിന്നെ ഫൈറ്റ് തുടങ്ങി. യുഹാബോന്റെ ഫസ്റ്റ് ഫിസ്റ്റ് തന്നെ ഫസ്റ്റ് പഞ്ച് തന്നെ അടിയിൽ കൊണ്ടുപോയി. പിന്നെ ചറപറ ഇടിയുന്നു. അവരുടെ അവർ തമ്മിൽ കുത്തി ഇടിച്ചൊക്കെ പോയി. പിന്നെ പുറത്ത് മെയിൻ ആയിട്ടുള്ള ഫൈറ്റ് അതും തുടങ്ങി. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ സ്ട്രെങ്ത് രണ്ടുപേരും പീക്ക് ലെവലിൽ എത്തിക്കാനായിരുന്നു മുൻപ് വരെ നോക്കിയത്. അതുകൊണ്ട് തന്നെ പുറത്ത് വന്ന് ഫൈറ്റ് ചെയ്യുന്നത് അത് ആർക്കും തന്നെ കാണാൻ പറ്റുന്നില്ല. അമ്മാതിരി സ്പീഡാണ്. അങ്ങനെ മെയിൻ ഫൈറ്റില് ചെന്ന് സോട്ട് ടെക്നിക്ക് അത് ഉപയോഗിക്കുമ്പോൾ യുഹാവാന്റെ ഗോൾഡൻ സൺലൈറ്റ് ആ സ്കില്ല് തിരിച്ച് പ്രയോഗിക്കുന്നുണ്ട്. അവരുടെ ഫൈറ്റ് ആർക്കും തന്നെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ നോർമലായി ആര് ജയിച്ചെന്ന് അറിയില്ല. ചെന്നിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്നു. ചെൻ പിന്നെ സോഡ് അത് വെച്ചിട്ട് അവൻ തോൽവി സമ്മതിക്കുകയാണ്. യുഹാബയും നന്ദി പറയുന്നു. അത് കേട്ട് ഷോക്ക്. രണ്ടുപേരുടെ സ്കില്ല് കാണിക്കാതെയാണ് ഈ മത്സരം കഴിഞ്ഞത് എന്നതും കാണാം. ചെങ്ക പോലും അവന്റെ സ്കില്ല് ഹയർ ലെവലിലേക്ക് എത്തിച്ചു. വളരെ ടാലന്റ് ഉള്ള എക്സ്ട്രാ ഓർഡിനറി ആയ സ്റ്റുഡന്റ് തന്നെയാണ്. എന്ന് അവൻ റിയു എംപയറിലെ അല്ല. സൗണ്ട് ഒക്കെ കുറഞ്ഞുപോയി. അവരുടെ മാച്ച് തീർന്നു. അങ്ങനെ യുഹാവ ജയിച്ചു. എല്ലാവരും യുഹാവ വളരെ സ്ട്രോങ് ആയ സ്റ്റുഡന്റ് ആണ് എന്നത് മനസ്സിലായി. കായിട്ട് വന്നിട്ട് എന്താണ് തോൽവി സമ്മതിക്കാൻ പാട്, ഇതൊക്കെ വെറുതെ വിട് എന്ന് പറഞ്ഞ് സ്റ്റോൺ കൊണ്ടുപോകുന്നു. അതിനുശേഷം റൂമിൽ പോകുമ്പോഴാണ് ഇന്നത്തെ മാച്ച് അതൊക്കെ കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ടാങ്ക് സെറ്റ് ഷ്രക്ക് ഇതിലൂടെ ഫേമസ് ആകും. അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഞനിയെ കാണുന്നത്. അവളുടെ സോള് അത് ഇവന്റെ കയ്യിലാണല്ലോ. എന്നാൽ ഇവള് നോർമൽ രീതിയിലാണ് നടക്കുന്നത്. സോൾ ഇല്ലാതെ തന്നെ. അതെങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂട്. അവളുടെ സോൾ അത് വാങ്ങാനായിട്ട് വരുമ്പോൾ അതിനാണ് വന്നതെന്ന് പറയുമ്പോൾ നീ മാത്രമാണ് എന്നെ കൊല്ലാനായിട്ട് നോക്കിയത്. അവൾ എന്നോട് ക്ഷമിക്ക്. ഞാൻ ഉപയോഗിച്ച ഇവൾ ടെക്നിക്ക് ആ വഴി സോള് ട്രാപ്പ് ആക്കാൻ നോക്കിയതാ. എനിക്ക് കൺട്രോളിലാക്കാൻ ഒരു താല്പര്യമില്ല. അവനതിന് അവന്റെ സൈക്കിക് ആട്രിബ്യൂട്ട്സ് അതിലാണുള്ളത്. അവളുടെ ആയിട്ട് മെർജായി. അവളോട് വരാനായിട്ട് പറയുന്നു. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് അവളുടെ കാമായിട്ട് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സൈക്കിക് ആട്രിബ്യൂട്ട്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നെക്രോമൻസറിന്റെ ഹെൽപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അവന്റെ മൂന്നാമത്തെ ഐ ഓഫ് ഡെസ്റ്റിനി അവളുടെ പാസ്റ്റിലൂടെ ആ പാസ്റ്റിൽ നടന്ന മെമ്മറി അവൻ കാണാൻ കഴിയുന്നുണ്ട്. സൈക്കിക് ആട്രിബ്യൂട്ട്സ് അറിയാലോ. അതിലാകട്ടെ നോർമൽ രീതിയിലല്ലായിരുന്നു. അവൾ കരയുന്നുണ്ട്. അവനോ നന്ദിയും പറയുന്നുണ്ട് അവനോട്. ഇത്ര പെയിൻഫുൾ ആയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അവളുടെ മാർഷൽ സോൾ അവളുടെ അമ്മയിൽ നിന്നും കിട്ടിയതാണ്. ഹോളി സോൾ സെറ്റ്. അതിന് പകരമായിട്ട് ഹോളി ഗോസ്റ്റ് ചർച്ച് എന്ന് പറയാം.
അവിടെ ഉള്ളത് അവിടെ ഉള്ളതാണ് അവരുടെ കൺട്രോൾ വഴി അവളുടെ അച്ഛനെ കൊന്നു, അവളുടെ അമ്മയാണ് കൊന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം സൂയിസൈഡും ചെയ്തു. ഇതെല്ലാം നടക്കുന്നത് എനിക്ക് 8ാമത്തെ വയസ്സുള്ളപ്പോൾ ഹോളി ഗോസ്റ്റ് ചർച്ച് അതൊരു മിസ്റ്റീരിയസ് ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഒരു ബ്രാഞ്ച് മിൻഡി ഹാളിൽ തന്നെ ഉണ്ട്. അതിലെ കോർ മെമ്പേഴ്സിനെ എൽഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, ഈവൻ മറ്റൊരാളുടെ സോള് അത് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും അവരുടെ ഡെഡിന് ശേഷം അവരുടെ സോള് അത് ഹോളി ഗോസ്റ്റ് ചർച്ചിൽ പിടിച്ചു വെച്ചേക്കാണ്. അതുവഴി അവളെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പഠിക്കാനായിട്ട് വിട്ടു. ഇത് ഗ്രാജുവേഷൻ ആകുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ജോയിൻ ചെയ്യേണ്ടി വരും. എന്നാൽ അവൾക്ക് അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇപ്പോൾ ഗ്രാജുവേഷൻ ആവാറുമായി എന്ന് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയുടെ സോള് അതെങ്ങനെ അവരിൽ നിന്ന് സേവ് ചെയ്യണം എന്ന് പറഞ്ഞ് കരയുന്നു. എന്നാൽ ഇവരോട് ഹെൽപ്പ് ചോദിച്ചൂടെ എന്ന് പറയുമ്പോൾ ഇല്ല. അതിലൊരു എൽഡർ ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. അന്ന് ജിങ്ങിന്റെ റൂമിൽ കണ്ടത് ഷാമേനെ പുറത്തുകൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്ത അവർ തന്നെ അത് ഇവരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കി അവളോട് നിന്നെ നമ്മൾ രക്ഷിക്കാം കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നെക്രോമൻസർ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണം, നമുക്ക് അവിടെ പോകണം. അതെന്ന് യുഗാവോ അത് കഴിഞ്ഞ് ആ പ്ലേസിലേക്ക് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അവളെ മാത്രമേ ഉള്ളൂ എന്ന് നോക്കിയാൽ അവളുടെ ഷാഡോ സിമുലേറ്റ് ചെയ്ത് അവന് പോകുന്നുണ്ട്. അത് അവൾക്ക് കാണിച്ചും കൊടുത്തു എങ്ങനെയാണെന്ന്. ഏത് രോഗത്തിലും അവനങ്ങനെ ആകാൻ കഴിയും. അങ്ങനെ പോയി അവസാനം ആ പ്ലേസിലെത്തി. ഇതാണ് ഹോളി ഗോസ്റ്റ് ചർച്ച്. സാധാരണ ഒരു പ്ലേസ് പോലെ മാത്രമാണ് തോന്നുക, എങ്കിലും ഉള്ളില് വേറെയാണ്. അവിടെ ചെന്ന മാസ്ക് ഇട്ടിട്ട് ഒരു ഡോറ് അതിൽ കോഡൊക്കെ യൂസ് ചെയ്ത് മുട്ടി, എന്നിട്ടൊരു ടോക്കൺ ആക്സസ് അത് കാണിക്കുമ്പോൾ അതും ചെയ്ത് അകത്തും കയറി. ഉള്ളിലാകട്ടെ അവിടെ എന്തൊരു റിച്വൽ നടക്കുന്നത് പോലെ സെൻട്രലായിട്ട് ഒരാളെ കാണാം. അവളുടെ കണ്ണ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഷൗമേനെയാണ്. അവരുടെ ഡാൻസ് എന്നിട്ട് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അവൾ താഴെയിട്ട് ഒരു ഫോർമേഷൻ അത് കാണാം. എല്ലാവരും ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുകയും മുകളിൽ നിന്ന് ആകാശത്തില മൂണിനെ പോലും മറച്ച രീതിയിൽ ഡാർക്ക്നെസ് ആകുകയും ചെയ്യുന്നതും കാണാം. ആരെയോ വരുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ പവേഴ്സ് അത് കിട്ടുന്നത് പോലെ എന്തിനേലും ബാക്കി കാണിക്കുന്നില്ല. ആ സെന്ററിൽ നിന്ന് ആ പെണ്ണിനെ കിട്ടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അത് ഷാമിയാണോ? ഇവർ തന്നെയാണല്ലോ അവളെ ഹെൽപ്പ് ചെയ്തത് പുറത്തു കൊണ്ടുവരാൻ. ഹെൽപ്പെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചെയ്തത്. ഇതെല്ലാം ഞാനേയും കാണുന്നുണ്ട്, ഒപ്പം യുഹാവയും. അവ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ആ മാസ്ക് ഇട്ടത് ആരാണെന്നൊക്കെ കാണാം. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരാൻ പോകുന്നതൊക്കെ കാണാം. ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.